പി എസ് സിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പുതിയൊരു വിജ്ഞാപനമാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ ഈ ഒരു തസ്തികയ്ക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ പറയുന്ന യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം കേരള പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ ഒരു വിജ്ഞാപനത്തിന്റെ കാറ്റഗറി നമ്പർ 269/2025 ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഒരു തസ്തികയിലേക്ക് നമ്മുടെ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ അപേക്ഷിക്കേണ്ട അവസാന തീയതി 3/10/2025. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നത് 39,300 മുതൽ 83,000 നിലവിൽ ഇതിന്റെ വാക്കൻസി ആന്റിസിപ്പേറ്റഡ് വാക്കൻസീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം കേരള പി എസ് സി ഒരു പരീക്ഷ നടത്തി ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും തുടർന്ന് 3 വർഷ കാലയളവിലേക്ക് റിപ്പോർട്ട് ചെയ്ത വാക്കൻസി എല്ലാം തന്നെ ഈ പരീക്ഷയെ തുടർന്ന് വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നികത്തപ്പെടുന്നത്. ഇനി ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 36 ജനറൽ കാറ്റഗറിയിൽ. അതേസമയത്ത് സംവരണ വിഭാഗങ്ങൾക്ക് കേരള പി എസ് സി നൽകുന്ന വയസ്സിളവും ഉണ്ടായിരിക്കുന്നതാണ്. കൃത്യമായിട്ട് ഇവിടെ വർഷം വെച്ച് പറയുകയാണെങ്കിൽ 2/1/1989, 1/1/2007 ഈ 2 ഡേറ്റ് ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ചവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതായത് ജനറൽ കാറ്റഗറിയിൽ. സംവരണ വിഭാഗങ്ങൾക്ക് അവർക്ക് അനുവദിച്ചിട്ടുള്ള പ്രായ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രിയാണ്. ഇപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. എന്നാൽ ഡിഗ്രി ഇൻ ലോ ഡിസേബിൾ ആയിട്ട് പറയുന്നുണ്ട്. അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് 3/10/2025 വെള്ളിയാഴ്ച രാത്രി 12 മണി വരെയാണ്. അപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ ഇപ്പോൾ ഈ ഒരു ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാണ്. ലോഗിൻ ചെയ്യുക. തുടർന്ന് കാറ്റഗറി നമ്പർ 269/2025 എന്ന് സെർച്ച് ചെയ്യുക. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനിലേക്ക് ഡയറക്റ്റ് എത്തുന്നതായിരിക്കും. ഡിഗ്രി നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു തസ്തികയിലേക്ക്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്നത് കേരള പി എസ് സിയുടെ ഒരു വിജ്ഞാപനമാണ്. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷിക്കുക.